വന്ദേ മാതരത്തിലെ ആദ്യ രണ്ട് ചരണങ്ങൾ മാത്രം സ്വീകരിച്ച് മറ്റു ചരണങ്ങൾ ഒഴിവാക്കുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. 18-ാം നൂറ്റാണ്ടിൽ നടന്ന സന്യാസി ലഹളയുടെ കഥ പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച 1882 പുറത്തിറങ്ങിയ ആനന്ദമഠം എന്ന നോവലിലാണ് ഈ ഗാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഒരു ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്തിരുന്ന സമയത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളെ പ്രകീർത്തിക്കുന്ന ഗോഡ് സേവ് ദ കിങ് എന്ന ഗാനം ഔദ്യോഗികമായി പാടുവാൻ നിർബന്ധിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാതൃഭൂമിയെ സ്തുതിക്കുന്ന ഈ ഗാനം സ്വന്തമായി തയ്യാറാക്കുന്നത്, പിന്നീട് തന്റെ ആനന്ദമഠം എന്ന നോവലിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ വേദിയിൽ ഈ ഗാനം ആദ്യമായി കേൾക്കുന്നത് 1986 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് സ്വന്തമായി ഈണം നൽകി അന്ന് ഈ ഗാനം ആലപിച്ചത്. അതോടെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഈ ഗാനം ആവേശമായി. വന്ദേ മാതരം ഒരു യാഥാർത്ഥ്യ സമരമുദ്രാവാക്യമായി മാറിയത് 1905 ബംഗാൾ വിഭജന കാലത്താണ്. ലോർഡ് കാഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചപ്പോൾ അതിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തിയ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആയുധം വന്ദേ മാതരമായിരുന്നു. ഈ ഗാനം ജനങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം കണ്ട് ഭയന്ന ബ്രിട്ടീഷ് സർക്കാർ വന്ദേ മാതരം പരസ്യമായി ആലപിക്കുന്നതും ആ മുദ്രാവാക്യം വിളിക്കുന്നതും നിരോധിക്കുക വരെ ചെയ്തു. ഈ നിരോധനം ലംഘിച്ചതിന് ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് തടവ് ശിക്ഷയും ലാത്തി ചാർജും നേരിടേണ്ടി വന്നു. ചുരുക്കത്തിൽ 1875 രചിച്ച് 1882 പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഈ ഗാനം 1905 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും വലിയ മന്ത്രമായി മാറുകയായിരുന്നു. ഈ ഗാനത്തിലെ ആദ്യ രണ്ട് ചരണങ്ങൾ മാതൃഭൂമിയുടെ പ്രകൃതി ഭംഗിയെയും വിളകളെയും കുറിച്ചാണ് വർണ്ണിക്കുന്നത്. എന്നാൽ തുടർന്നുള്ള വരികളിൽ മാതൃഭൂമിയെ ദുർഗാദേവി, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ഹൈന്ദവ ദേവതകളായി സങ്കല്പിച്ചാണ് വർണ്ണിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ശേഷം ഇന്ത്യയിൽ വർഗീയ ധ്രുവീകരണം വർദ്ധിക്കുവാൻ തുടങ്ങി. 1920 ദശാബ്ദത്തിന്റെ അവസാനത്തോടെ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ ശക്തമാവുകയും വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിക്കുന്ന വരികൾ തങ്ങളുടെ മതവിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നും കോൺഗ്രസ് വേദികളിൽ വന്ദേമാതരം ആലപിക്കുന്നതിന് എതിരെയും അവർ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. കോൺഗ്രസ് തങ്ങളുടെ മേൽ ഹൈന്ദവ സംസ്കാരം അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നവർ ആരോപിച്ചു. ഈ പ്രക്ഷോഭങ്ങളും ഭിന്നതകളും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒത്തൊരുമയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കമ്മിറ്റി 1937 ഒക്ടോബറിൽ കൊൽക്കത്തയിൽ വെച്ച് ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു. ആരുടെയും മതവിശ്വാസത്തെ ബാധിക്കാത്ത ആദ്യ രണ്ട് വരികൾ മാത്രം മതി ഔദ്യോഗിക വേദികളിൽ എന്ന് അവർ പ്രഖ്യാപിച്ചു. അതോടെ ആ കാലഘട്ടത്തിലെ വലിയൊരു രാഷ്ട്രീയ തർക്കത്തിന് താൽക്കാലിക ശമനമായി. തുടർന്ന് സ്വാതന്ത്ര്യത്തിനു ശേഷം 1950 ജനുവരി 24 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ചരിത്രപരമായ ഒരു പ്രഖ്യാപനം നടത്തി. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമാവുകയും എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ ചരിത്രപരമായ പങ്കുവഹിച്ച വന്ദേ മാതരം എന്ന ഗാനത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉണ്ടായിരിക്കുന്നതും അതിനെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കുന്നതുമാണ് എന്നായിരുന്നു ആ പ്രഖ്യാപനം. ഭരണഘടനാ പ്രകാരം വന്ദേ മാതരത്തിന്റെ ആദ്യ രണ്ട് ചരണങ്ങൾക്ക് ദേശീയ ഗീതം എന്ന ഔദ്യോഗിക പദവിയുണ്ട്. ബാക്കിയുള്ള വരികൾക്ക് ഈ ഔദ്യോഗിക പദവി ഇല്ല എന്നേ ഉള്ളൂ. അവ ഇന്ത്യയിൽ നിരോധിച്ചിട്ടില്ല. ആർക്കും എവിടെ വെച്ചും ഏതു സമയത്തും മുഴുവനായും ആലപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.